മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രന്റെ മുൻപിൽ സർവ്വ പാപങ്ങളും ഏറ്റുപറഞ്ഞ് പാവം പിടിച്ച പോലെ ശിവേട്ടനും രാജീവനും കീഴടങ്ങിയിരിക്കുകയാണ്. പണ്ട് ചെയ്ത ഓരോ തെറ്റിനും ഗംഗാധരൻ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നുണ്ട്. ഞങ്ങളോടൊന്ന് ക്ഷമിക്ക് ബാലചന്ദ്ര എന്നൊക്കെ അവര് കേണ് പറയുമ്പോൾ ബാലചന്ദ്രൻ ചില കടുപ്പമേറിയ ഡിമാൻഡുകൾ അങ്ങോട്ടേക്ക് വെക്കും. അലീനെ അങ്ങ് രക്ഷിച്ചു കൊണ്ടുവന്നാൽ മാത്രം പോരാ, അവൾക്ക് വേണ്ടി നേരത്തെ കൊടുക്കാമെന്ന് പറഞ്ഞ 25 ലക്ഷം ഇനി തികയില്ല, അത് 30 ലക്ഷം ആക്കണം. പോരാത്തതിന് വൈജയന്തിയുടെ അക്കൗണ്ടിലേക്ക് ഒരു 10 ലക്ഷം കൂടി ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ അങ്ങനെ വാശി പിടിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ശിവേട്ടൻ എന്തൊക്കെ പറയാനാഞ്ഞപ്പോൾ ബാലചന്ദ്രൻ വെട്ടി തുറന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പേടിയൊക്കെ എനിക്കറിയാം, വൈജയന്തി ഇതൊന്നും അറിയരുത് എന്നല്ലേ നിങ്ങളുടെ ഉള്ളിലിരിപ്പ്. അന്നേരം ഗംഗാധരൻ പതുക്കെ അതിന് സമ്മതിക്കുന്നുണ്ട്. അവളോട് 2 വലിയ ചതികൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഒന്ന്, പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞു മരിച്ചുപോയി എന്ന് വൈജയന്തിയോട് കള്ളം പറഞ്ഞത്. രണ്ടാമത്തത്, വൈജയന്തിയുടെ പഴയ കാമുകനെ ഇവർ കൊന്നു തള്ളി എന്നുള്ളതാണ്. പക്ഷേ കഥ ശരിക്കും അങ്ങനെയൊന്നുമല്ല പോകുന്നത്. വൈജയന്തിയുടെ കാമുകൻ സ്റ്റാൻലി ഇപ്പോഴും മറ്റൊരു കുടുംബമായിട്ട് വേറൊരറ്റത്ത് ജീവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ എപ്പിസോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. വൈജയന്തിയുടെ അടുത്തുനിന്ന് ഇനി ഏതായാലും അലീന അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെയുള്ള കഥാരംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. എന്തായാലും പഴയതൊക്കെ മറക്കാം, ഇനി നമുക്ക് ഒരുമിച്ച് പോകാം. എനിക്ക് എൻ്റെ മോളെ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. അലീനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ഗുണ്ടകളെ വിളിക്കാൻ നോക്കുന്നുണ്ട്. ഗംഗേട്ടൻ ധൃതി വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, രാജീവ വേഗം വിളിക്ക്, അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ. പക്ഷേ അപ്പുറത്ത് നിന്ന് ഗുണ്ടകൾ പറയുന്നത് കേട്ട് രാജീവൻ അങ്ങ് ഞെട്ടിപ്പോയി. സാറേ, ആ കൊച്ചു വാതിൽ അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്, ചവിട്ടി പൊളിക്കാനും പറ്റുന്നില്ല, അവളെ എങ്ങനെ പുറത്തിറക്കും, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് അവർ കൈമലർത്തി കാണിച്ചു. ഇത് കേട്ട് രാജീവ് ആകെ വെറു പിടിച്ചു നിൽക്കുകയാണ്. അപ്പോഴേക്കും പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വന്നു. ശിവേട്ടൻ കൊടുത്ത കൈക്കൂലിയുടെ ബലത്തിൽ അയാൾ അവളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ എല്ലാവരും കോതമംഗലം ഭാഗത്തേക്ക് അലീനെ തിരിഞ്ഞ് പാതിരാത്രി തന്നെ വണ്ടി വിട്ടു. ബാലചന്ദ്രന്റെ കൂടെ കൃഷ്ണമോളും ഉണ്ടായിരുന്നു. വണ്ടിയിൽ കൊണ്ട് തന്നെ ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ അച്ഛനും കൊച്ചച്ഛനും തന്നെയാടാ ഇതിന്റെയൊക്കെ പിന്നിൽ, അവരിപ്പോ എന്റെ കാൽക്കൽ വീണു എന്നൊക്കെ പറയും. ഇതെല്ലാം കേട്ടപ്പോൾ മനുവും അലീനെ തപ്പി അങ്ങോട്ടേക്ക് വരാമെന്നേറ്റു. അവർ അവിടെ എത്തുമ്പോഴേക്കും രാജീവൻ പറഞ്ഞതനുസരിച്ചു കൊണ്ട് തന്നെ ആ ഗുണ്ടകൾ അവിടെ നിന്നും മുങ്ങിയിരുന്നു. ആ വിജനമായ വീടിന് മുന്നിൽ നിന്ന് അലീനെ വിളിക്കുമ്പോൾ അവൾ പേടിച്ച് വാതിൽ തുറക്കുന്നില്ല. ഒടുവിൽ ജനലിലൂടെ ബാലചന്ദ്രൻ മോളെ അലീന വാതിൽ തുറക്ക് എന്ന് ആദരമായി വിളിക്കുമ്പോൾ അവൾ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റ് ഓടി വരികയാണ്. അച്ഛ, എന്നെ ഒന്ന് രക്ഷിക്കച്ച എന്ന് പറഞ്ഞ് അവൾ ആ ജനലിലൂടെ പൊട്ടിക്കരയുന്നുണ്ട്. ആ നിമിഷത്തിന്റെ ഗംഗാധരനും അങ്ങോട്ടേക്ക് എത്തി. അലീന സങ്കടത്തോടെ ചോദിച്ചു, അച്ഛ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്, എന്തിനാ അവരെന്നെ എങ്ങോട്ടേക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്നൊക്കെ പറയും, എനിക്ക് പേടിയാവുന്നു അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അലീന ഭയങ്കര കരച്ചിലായിരിക്കും. അന്നേരം ബാലചന്ദ്രൻ അവളെ സമാധാനിപ്പിച്ച് പറയുന്നുണ്ട്, മോളെ വേഗം വാതിൽ തുറക്കുക എന്ന് പറയും. അങ്ങനെ അലീന സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ ബാലചന്ദ്രനെ കണ്ട ഉടനെ തന്നെ അലീന ഓടി വന്ന് ബാലചന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ്. അലീന അലറി വിളിച്ച് കരയുന്നത് കേൾക്കുന്ന സമയത്തിന് ശിവേട്ടനും രാജീവനും ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയാൽ മതി എന്നൊരവസ്ഥയിലായി. വൈജയന്തിയുടെ സ്വന്തം ചോരയായ മകൾ വളർത്തച്ഛനെ അച്ഛ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ അവർക്ക് ശരിക്കും നാണക്കേട് തോന്നുന്നുണ്ടായിരുന്നു. അലീനയെ രക്ഷിച്ച സന്തോഷത്തിൽ കൃഷ്ണമോളും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പിന്നെ ഈ കേസൊക്കെ വെറും കുടുംബ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസ് പിൻവലിച്ചു. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അലീന വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അന്നേരം ബാലചന്ദ്രൻ 2 പേരെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ദേ മോളെ, നിന്നോട് ഈ ചതി ചെയ്തവർ നിന്റെ മുന്നിൽ തന്നെ തല കുനിച്ച് നിൽക്കുന്നു, ഇതിലും വലിയൊരു ശിക്ഷ ഇവർക്കിനി കിട്ടാനില്ല എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. ഗംഗാധരൻ വന്ന് അലീനയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. മോളെ, നീ ഞങ്ങളോട് ക്ഷമിക്കണം, ഇതൊക്കെ അറിയാതെ പറ്റിപ്പോയ തെറ്റാണ്, ഇനി ആരും നിന്നെ കുത്തി നോവിക്കില്ല, നിനക്ക് എന്തായാലും പഠിക്കാനും ജീവിക്കാനൊക്കെ ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്നൊക്കെ അദ്ദേഹം വാക്ക് നൽകി. പക്ഷേ ബാലചന്ദ്രൻ അത് പാതി വഴിയിലങ്ങ് തടഞ്ഞു. വേണ്ട ഗംഗാധര, നിങ്ങൾ ചെയ്ത സഹായമൊക്കെ മതി, ഇനി ഇവളുടെ കാര്യം നോക്കാൻ ഇവളുടെ അച്ഛനായി ഞാനുണ്ട് ഇവളുടെ കൂടെ. ഇവളെ പ്രസവിച്ച സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ ഇവൾക്ക് ഞാനായിരിക്കുമെന്ന് ബാലചന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. അതേ അച്ഛ, എനിക്ക് അച്ഛൻ കഴിഞ്ഞേ ഉള്ളൂ, ഇനി ഈ ലോകത്ത് ആരുമുള്ളൂ എന്ന് അലീനയും ഏങ്ങലടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ അവർ നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചുപോയി. അവിടെയാണെങ്കിൽ ഇവരെ മനു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ മനു അച്ഛനോടും കൊച്ചച്ഛനോടും ചൂടായി, നിങ്ങൾക്ക് നാണമില്ലേ ഇത്രയുമൊക്കെ തറവേലകളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് പിന്നെയും ഇങ്ങനെ തല കുനിച്ച് നിൽക്കാനേ? ഞാനും ഇതേ തറവാട്ടിൽ ജനിച്ചു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്നു, അവൻ ആക്രോശിച്ചു.
അലീനയോട് അവൻ വളരെ സ്നേഹത്തോടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് കേട്ടപ്പോൾ ബാലചന്ദ്രനും ഗംഗേട്ടനും സമാധാനമായി. മനുവിന് അലീനയോടുള്ള ആ ഒരു അടുപ്പം ശിവേട്ടനും രാജീവനും തീരെ തന്നെ സഹിക്കാനായില്ല. ഇതേ സമയം ഹോസ്പിറ്റലിൽ സിസ്റ്റർമാർ വൈജയന്തിയോട് അലീനയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മൂത്ത മകളാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ആ കൊച്ചിനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നും അതിന് പിന്നിൽ നിങ്ങളുടെ ആങ്ങളമാരാണെന്നും ഭർത്താവ് പോലീസിൽ പരാതി നൽകിയെന്നൊക്കെ അവർ വൈജയന്തിയോട് പറഞ്ഞു. ഇത് കേട്ട വൈജയന്തി സ്തബ്ധയായി അവരെ നോക്കുന്നുണ്ട്. അലീന എന്നാൽ വൈജയന്തിയുടെ സ്വന്തം മകളല്ല എന്നും മറ്റെന്തോ വള്ളിക്കെട്ട് കേസാണെന്നും സിസ്റ്റർമാർ രണ്ടുപേരും തമ്മിൽ അടക്കം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോവാനൊരുങ്ങുന്ന ബാലചന്ദ്രനോട് അലീന താനും വരാമെന്ന് വാശി പിടിച്ചു. എനിക്കമ്മയെ അവസാനമായി ഒരു നോക്ക് കാണണം അച്ഛാ, ഇനി ഞാൻ അവിടെ നിൽക്കുന്നില്ല എന്ന് അവൾ പറയുമ്പോൾ ബാലചന്ദ്രനാകെ വിഷമത്തിലായി. അമ്മയെ നീ ഈ നിലയിലിട്ടിട്ട് നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്നാൽ ഇനിയും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അമ്മ സത്യങ്ങളെല്ലാം അറിയുന്നതിന് മുൻപേ തന്നെ എനിക്ക് പോയേ പറ്റൂ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പക്ഷേ വൈജയന്തിയുടെ അസുഖം ഭേദമായി അവൾ എഴുന്നേറ്റ് നടക്കുന്നത് വരെ കൂടെ നിൽക്കാമെന്നും അതിനുശേഷം നീ എങ്ങോട്ടേക്ക് വേണമെങ്കിലും കൊണ്ടുപോയി ആക്കാമെന്നും ബാലചന്ദ്രൻ അവൾക്ക് ഉറപ്പു നൽകി. ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ സുലോചനയും ഗോവർദ്ധനനും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ടതും സുലോചന ആകെ പരവേശപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചു. അലീന മുറിയിലേക്ക് കയറുമ്പോൾ സിസ്റ്റർമാർ വീണ്ടും ഓരോന്ന് ചോദിച്ചുവെങ്കിലും അവൾ ഒന്നും ഒഴുക്കം മട്ടിലങ്ങ് മറുപടി നൽകി അവരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. വൈജയന്തിയുടെ അടുത്തിരുന്നു കൊണ്ട് തന്നെ കൈ പിടിക്കാൻ നോക്കിയപ്പോൾ അവർ പണ്ടത്തെ പോലെ തന്നെ അലീനയുടെ കൈ അങ്ങ് തട്ടി മാറ്റി. അലീന സങ്കടത്തോടെ പറഞ്ഞു, മാഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ആരാണ് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതെന്നറിയാമോ? അത് നിങ്ങളുടെ ആങ്ങളമാരായ ശിവേട്ടനും രാജീവുമാണ്. അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഗുണ്ടകൾക്ക് എന്നെ എറിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നൊക്കെ പറയും. എനിക്ക് നിങ്ങളെ ഒന്ന് കണ്ട് യാത്ര പറഞ്ഞു പോവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല. മാഡം തനിയെ എഴുന്നേറ്റ് നടക്കുന്നത് വരെ മാത്രമേ ഞാൻ ഇവിടെ കൂടെ നിൽക്കുള്ളൂ. അലീനയുടെ സങ്കടം കണ്ട് വൈജയന്തി പിന്നീട് ആ ഒരു കൈയൊന്നും മാറ്റുന്നില്ല. അലീന തന്റെ പഴയ ആഗ്രഹങ്ങളെക്കുറിച്ചും ബ്രിജിത്ത മമ്മി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വികാരധീരനായി തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു. സ്വന്തം വീട് പോലെ കണ്ട് ഞാൻ സ്നേഹിച്ചു. അതായിരുന്നു ഞാൻ ചെയ്ത ഏക തെറ്റ്. എന്നെങ്കിലും സത്യമെല്ലാം തിരിച്ചറിയും. അന്ന് ഞാൻ ഒരുപാട് ദൂരെയായിരിക്കുമെന്ന് അലീന പറയുമ്പോൾ വൈജയന്തിക്ക് പിന്നെ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ലായിരുന്നു. ആ സമയം ബാലചന്ദ്രൻ അങ്ങ് മുറിയിലേക്ക് കയറി വന്നു. അലീന പുറത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അവളെ തടഞ്ഞു. എന്നിട്ട് വൈജയന്തിയെ നോക്കി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്റെ ആ പൂങ്കളമാര് എന്റെ മോളെ ഇന്നലെ രാത്രി മുഴുവൻ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. അലീന അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ വൈജയന്തി മാഡത്തിന്റെ ഈ അവസ്ഥയിൽ ഒന്നും പറയേണ്ട അച്ഛ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെയും കൂട്ടി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ബാലചന്ദ്രൻ ഹോസ്പിറ്റൽ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അലീനയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞുകൊണ്ടിരുന്നു. മുറിക്ക് പുറത്തെ ഇടനാഴികളിൽ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ അവളുടെ തോളിൽ കൈവച്ചു പറഞ്ഞു, മോളെ, ഇനി അധികകാലം നമ്മൾ ഇത് സഹിക്കേണ്ടി വരില്ല. നിന്റെ അമ്മ ഒന്ന് എഴുന്നേറ്റ് നടക്കട്ടെ. അന്ന് നിനക്ക് അർഹതപ്പെട്ട സ്നേഹവും അംഗീകാരവും ഈ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചു തരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ അലീനയുടെ മനസ്സ് അപ്പോഴും ആ പഴയ ഓർമ്മകളിലായിരുന്നു. താൻ സ്വന്തമെന്ന് കരുതി സ്നേഹിച്ചവർ തന്നെ ഇരുട്ടുമുറിയിൽ തള്ളിയിട്ടതും അമ്മയുടെ തണുത്ത അവഗണനയും അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അടുത്ത കുറച്ച് ദിവസങ്ങൾ അലീന വൈജയന്തിയുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ ചിലവഴിച്ചു. വൈജയന്തിയുടെ ഓരോ ചലനവും അവൾ ശ്രദ്ധിച്ചു. ഒരു ദിവസം വൈകുന്നേരം മുറിയിൽ ആരുമില്ലാത്ത നേരം അലീന ജനൽക്കൽ നിന്ന് പുറത്തെ മഴ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു നേർത്ത ശബ്ദം കേട്ടു. വൈജയന്തിയുടെ വിരലുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. അലീന ഓടിച്ചെന്ന് അവളുടെ കൈ പിടിച്ചു. മാഡം, മാഡം, എന്തെങ്കിലും വേണോ? അവൾ ചോദിച്ചു. വൈജയന്തിയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വീണു. അത് സ്നേഹമാണോ അതോ താൻ ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണോ എന്നും അലീനക്ക് മനസ്സിലായില്ല. എങ്കിലും അവൾ ആ കൈയങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതേസമയം പുറത്തുനിന്നു ശിവനും രാജീവനും ബാലചന്ദ്രനെ വീണ്ടും കൊടുക്കാനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 40 ലക്ഷം രൂപ അവൾക്ക് വലിയൊരു ബാധ്യതയായിരുന്നു. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ പോലീസിനെ കൊണ്ട് വീണ്ടും സ്വാധീനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ മനു ഇതൊക്കെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ തന്റെ അച്ഛന്റെയും കൊച്ചച്ഛന്റെയും നീക്കങ്ങൾക്കെതിരെ ബാലചന്ദ്രന് കൃത്യമായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. തറവാട് വക കുറച്ച് സ്വത്തുക്കൾ വിറ്റ് ആ പണം അലീനയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ബാലചന്ദ്രനെ നീക്കം തുടങ്ങി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്കെത്തി. വീണ്ടും കടപ്പാട്ടൂർ വീട് സജീവമായി. പക്ഷേ അലീന അപ്പോഴും ഒരു ഹോം നഴ്സിന്റെ അകലത്തിൽ തന്നെ നിന്നു. ഒരു ദിവസം തറവാട്ടിലെ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ ബാലചന്ദ്രൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അലീന ഈ വീടിന്റെ മകളാണ് എന്നും അവൾക്ക് എല്ലാ സ്വത്തുക്കളും തുല്യ അവകാശമുണ്ടെന്നും അദ്ദേഹം രേഖകൾ സഹിതം തന്നെ കാട്ടിക്കൊടുത്തു. ശിവേട്ടനും രാജീവനും എതിർക്കാൻ നോക്കിയെങ്കിലും ബാലചന്ദ്രൻ തന്റെ കൈവശമുള്ള അവരുടെ പഴയ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ കാട്ടി അവരെ അങ്ങ് നിശബ്ദരാക്കി.
ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ വൈജയന്തി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. അലീനയുടെ കയ്യിൽ പിടിച്ച് എന്നോട് ക്ഷമിക്കണം മോളെ എന്ന് അവർ വിതുമ്പിക്കൊണ്ട് പറയുമ്പോൾ ആ വീടിന്റെ അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു. അലീന അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സങ്കടമല്ല, മറിച്ച് തന്റെ അച്ഛൻ തന്ന വലിയൊരു സുരക്ഷിത ബോധമായിരുന്നു. ബാലചന്ദ്രന്റെ തണലിൽ അലീന പുതിയൊരു ജീവിതത്തിലേക്ക് ചുടുവെക്കുമ്പോൾ ചതിയും വഞ്ചനയും കാട്ടിയവർ പതുക്കെ ആ വീട്ടിൽ നിന്നും പുറത്താവുകയായിരുന്നു. അങ്ങനെ ഇനി മഴ തോരും മുൻപേ സീരിയലിൽ വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് അടിപൊളി എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.